Hare Krishna, Hare Krishna, Krishna Krishna. ശീല പ്രഭുപാദിൻ്റെ ലീലാമൃതയിൽ വായിച്ചൊരു കാര്യമാണ്. ശീല പ്രഭുപാദ് സിയാറ്റിലുണ്ടായിരുന്ന സമയത്താണ്. അതിനുശേഷം പ്രഭുപാദ് പോയത് മോൺട്രെയിലിലേക്കാണ്. അവിടെ ശീല പ്രഭുപാദിന് അമേരിക്കൻ ഇമിഗ്രേഷന് വേണ്ടി അത് ട്രൈ ചെയ്യാൻ വേണ്ടി പ്രഭുപാദ് ഒരു ഇൻ്റർവ്യൂ ഈ പാസ്പോർട്ട് ഓഫീസിൽ അതിലൊരു ഇൻ്റർവ്യൂ ഇമിഗ്രേഷനിലൊരു ഇൻ്റർവ്യൂ ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി പ്രഭുപാദ് പോയി. പക്ഷെ അന്ന് നമ്മുടെ ഈ പ്രസ്ഥാനത്തിന് ആ ധനം വളരെ കുറവായതുകൊണ്ട് പ്രഭുപാദിനെ അക്കമ്പനി ചെയ്യാൻ ആരുമില്ലായിരുന്നു. പ്രഭുപാദ് ഒറ്റയ്ക്കാണ് ഫ്ലൈറ്റിൽ പോയത്. അപ്പോൾ അതിനെക്കുറിച്ച് സരസ്വതി മഹാരാജ് അതിനകത്ത് പറയുന്നുണ്ട്, ആ ദിവസം ഫ്ലൈറ്റ് പോയ ദിവസത്തിനെ കുറിച്ച്. അപ്പം ശീല പ്രഭുപാദ് എപ്പോഴും ഈ ഫ്ലൈറ്റ് എടുക്കുന്നതിന് മുമ്പ്, ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നതിന് 1 hour മുമ്പ് എത്തണം എന്നുള്ളൊരു നിർബന്ധം പ്രഭുപാദിന് എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഡിവോട്ടീസ് കൊണ്ടുപോകാനായിട്ട്, ശീല പ്രഭുപാദിനെ എയർപോർട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് വന്നവരെല്ലാം വളരെ ലേറ്റായിരുന്നു. അപ്പോൾ പ്രഭുപാദ് കുറച്ചൊരു ദേഷ്യത്തിലായിരുന്നു ഇരുന്നത്. അപ്പം ജാനവിദാസി എന്ന് പറഞ്ഞൊരു മാതാജി പ്രഭുപാദിനൊരു ഗാർലൻഡ് ഉണ്ടാക്കിയിരുന്നു. അപ്പം ഗാർലൻഡ് പക്ഷെ വളരെ തിന്നായിട്ടുള്ള ഒരു ത്രെഡിലാണ് മാതാജി ഉണ്ടാക്കിയത്. അപ്പം ഇവര് വന്നപ്പോഴത്തേനും പ്രഭുപാദ് നല്ല ദേഷ്യപ്പെട്ട് പറഞ്ഞു, ഓൾറെഡി കുറച്ച് ലേറ്റായി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പ്രഭുപാദ് ഇറങ്ങിയപ്പോഴത്തേന് ഉദ്ധവ് പ്രഭു ആണ് ഗാർലൻഡ് ഇടാനായിട്ട് കൊടുത്തിരുന്നത്. അപ്പോൾ പ്രഭു സാധാരണ നമ്മൾ ഒരു ആചാരനോ ആരെങ്കിലും വന്നാൽ ഗാർലൻഡ് ഇട്ടിട്ടാണ് നമസ്കരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം നമസ്കരിച്ചിട്ട് കൈ ഇങ്ങനെ തൂക്കി വെച്ച്, ഇങ്ങനെ തല കുനിച്ചിരുന്നിട്ട് ഇങ്ങനെ ഗാർലൻഡ് ഇങ്ങനെ തൂക്കി വെച്ച്. പ്രഭുപാദ് വന്നിട്ട് അതെടുത്തിട്ട് കഴുത്തിലോട്ട് ഇട്ടിട്ട് പ്രഭുപാദ് നടന്നു തുടങ്ങി. നടന്നപ്പോൾ ബാക്കിയുള്ളവരും കൂടെ ഉണ്ടായി. അപ്പം വില്ലുമംഗലദാസ് എന്ന് പറഞ്ഞൊരു ഡിവോട്ടിയാണ് കാറ് ഡ്രൈവ് ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. പക്ഷെ അദ്ദേഹത്തിന് അധികം ഡ്രൈവിങ്ങും അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഓൾറെഡി ലേറ്റായി. പിന്നെ ഇവര് ഡ്രൈവ് ചെയ്തപ്പോഴത്തേന് ഇദ്ദേഹം ഓടിക്കുമ്പോൾ കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ മാതാജിമാർ ഓരോ വട്ടം പോകുമ്പോഴത്തേനും ഈ നരസിംഹപ്രയാസം പറയുന്നുണ്ട്. അപ്പം പ്രഭുപാദിന് ആകെ ഒരു ഡിസ്റ്റർബ്ഡായി ഇതിലിങ്ങനെ പോയപ്പോഴത്തേന്. അപ്പം പിന്നെ അവർക്കാണെങ്കിൽ കറക്റ്റ് വഴി അറിയത്തില്ലായിരുന്നു പോകാനായിട്ട്. അപ്പം ഒരു ഫ്രീ വേ എത്തിയപ്പോഴത്തേന് അദ്ദേഹം അതിൻ്റെ കൂടെ അതിനകത്ത് ഉണ്ടായിരുന്ന ഒരു പ്രഭുവാണ് നരനാരായണ പ്രഭു എന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം പറഞ്ഞു, പ്രഭുപാദ് എനിക്ക് തോന്നുന്നു ഈ വഴിയാണ് പോകേണ്ടതെന്ന് പറഞ്ഞു. പിന്നെ പ്രഭുപാദ് പറഞ്ഞു, ഇഫ് യു തിങ്ക് ദെൻ യു ഡോണ്ട് നോ എന്നാണ്. നീ ചിന്തിക്കുന്നു ഇതെങ്ങനെയാണ് പോകേണ്ടതെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിനക്കത് അറിയത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ പ്രഭുപാദ് പറഞ്ഞു, ഞാൻ ടാക്സി പിടിച്ച് പോകാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ ആ വണ്ടി ഓടിക്കുന്നവർക്ക് ഭയങ്കര ഒരു വിഷമമായത്. എന്നിട്ട് അവർ തുറന്ന് വേറെ ആൾക്കാരോട് ചോദിച്ച് അവസാനം അത് കറക്റ്റ് സ്ഥലത്തെത്തി. ഇറങ്ങിയപ്പോഴത്തേന് പ്രഭുപാദ് കുറച്ച് ധൃതിയിൽ ഇറങ്ങിയപ്പോഴത്തേന് ആ മാല നല്ല നീളം ഉണ്ടായിരുന്നു, ത്രെഡ്. അപ്പം അത് ഉടക്കിയത് പൊട്ടി, മാല പൊട്ടി. പക്ഷെ പ്രഭുപാദ് അത് ശ്രദ്ധിച്ചില്ല. 2 അറ്റം ഇങ്ങനെ പ്രഭുപാദ് പിടിച്ചിട്ട് എലഗൻ്റായിട്ട് തന്നെ നടന്ന് പോയി. എന്നിട്ട് അവിടെ ചെന്നിട്ട് അപ്പോൾ എല്ലാവരും ഒരു വിഷമിച്ചിരുന്നു. കാരണം പ്രഭുപാദിൻ്റെ ആദ്യമേ വഴക്ക് കിട്ടി താമസിച്ചു എന്നുള്ളത്. പിന്നെ അപ്പോൾ ഇങ്ങനെ വണ്ടിയും ശരിക്കും ആർക്കും ഓടിക്കാൻ അറിയത്തില്ലായിരുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴത്തെ എല്ലാവരും ഒരു മൂഡ് ഓഫ് ആയിട്ട് ഇങ്ങനെ തല കുനിച്ചിരിക്കുക. അപ്പോൾ പ്രഭുപാദ് ഏകദേശം ഒരു കുറച്ച് 20 മിനിറ്റ് മുമ്പ് ഫ്ലൈറ്റ് ടേക്ക് ഓഫിന് മുമ്പ് എത്തി. അപ്പം പ്രഭുപാദ് അവിടെ ഇരുന്നിട്ട് ബാക്കിയുള്ളവരെല്ലാം ഇങ്ങനെ തലകുനിച്ചിരിക്കുമ്പം പ്രഭുപാദ് ചോദിച്ചു, ഈസ് എവറിത്തിങ് ഓൾ റൈറ്റ് എന്നിങ്ങനെ ചോദിച്ചു. എല്ലാം ഓക്കെ ആണോ എന്ന് ചോദിച്ചു. അപ്പം അവർക്ക് ആ ഒരു പ്രഭുപാദ് പഴയ മൂഡിലേക്ക് വന്നപ്പോൾ അവർക്ക് സന്തോഷമായി. എന്നിട്ട് പ്രഭുപാദ് പിന്നെ തിരിച്ച് ഫ്ലൈറ്റിലേക്ക് കയറി. അന്നൊക്കെ നമുക്ക് ഫ്ലൈറ്റിൻ്റെ അടുത്ത് വരെ ചെല്ലാൻ പറ്റും. നമുക്ക് ഇവിടെ നിന്ന് ഫ്ലൈറ്റിനകത്ത് ആൾക്കാർ കയറുന്നത് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ പ്രഭുപാദ് അവിടെ കയറി ഒരു സൈഡ് സീറ്റിൽ വന്നിരുന്നു. അപ്പം എല്ലാ ഡിവോട്ടീസും താഴെ ഇരുന്ന് കീർത്തനമൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് കയറുന്നതിന് മുമ്പ് ഒരു ഡിവോട്ടി നരനാരായണ പ്രഭു ഒരു റോസ് കൊടുത്തിരുന്നു, കയ്യിൽ പ്രഭുവിന് റോസ് കൊടുത്തു. അപ്പം പ്രഭുപാദ് അവിടെ വന്നിരുന്നിട്ട് കുറച്ചു നേരം ഇരുന്നു. അപ്പോൾ ഡിവോട്ടീസ് കീർത്തനം ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ പ്രഭുവിനെ കാണാതായി, എൻ്റെ ഇതിലേക്ക് പോയി.
പിന്നെ ഇടയ്ക്ക് വീണ്ടും വന്നു പ്രഭുപാദ് ആ ജനലിലൂടെ വന്നിട്ട് ഇങ്ങനെ റോസ് ഇങ്ങനെ കാണിച്ചു. അപ്പോൾ അവർക്ക് ഭയങ്കര കീർത്തനം ചെയ്തു. അങ്ങനെ 3-4 വട്ടം പ്രഭുപാദ് പോയും വരികയും ചെയ്തു എന്ന് അതിനകത്ത് സരസ്വതി മഹാരാജ് പറയുന്നു. അപ്പോൾ സരസ്വതി മഹാരാജ് അതിൻ്റെ ഒരു സാക്ഷാത്കാരം പറയുന്നത്, ആചാര്യൻ നമ്മുടെ തെറ്റുകൾ കണ്ട് നമ്മളെ വഴക്ക് പറയും, ഇതൊക്കെ ചെയ്യും, കറക്റ്റ് ചെയ്യുകയും ചെയ്യും. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നമ്മളോട് അത്രയും സ്നേഹം ഉണ്ട് എന്നുള്ളത് പറയുന്നുണ്ട്. പിന്നെ മറ്റിങ്ങനെ പ്രഭുപാദ് ഇടയ്ക്ക് മാറി വീണ്ടും ഇതിലെ ഗ്രില്ലിലേക്ക് വന്നത് സരസ്വതി മഹാരാജ് പറയുന്നത് അത് ആ ഒരു ഫീലിംഗ് ഓഫ് സെപ്പറേഷൻ, ആ ഉള്ളിലുള്ള ഫീലിംഗ് ഓഫ് സെപ്പറേഷൻ അവർക്ക് കൂട്ടാൻ വേണ്ടിയാണ് എന്നുള്ളത് ഇങ്ങനെ പറഞ്ഞിരുന്നു. ഈ ഒരു പോയിന്റാണ്